അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പച്ചക്കറിയൊക്കെ മേടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് റൈസ് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന റൈസ് ഇതിൻ്റെ ആയിട്ട് നീളം കൂടിയ അരിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതൊരു 3-4 വട്ടം കഴുകി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം അടുപ്പൊന്ന് സെറ്റാക്കാം. അടുപ്പൊരുമാതിരി കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുളി വെക്കാം. ഉരുളി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഇതിലോട്ട് ഒഴിക്കാം. അതിന് ശേഷം കുറച്ച് ഗ്രാമ്പു, കറുകപ്പട്ട, ഏലക്ക, കുറച്ച് പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയാണ്. സവാളയും ക്യാരറ്റും ഉണ്ട്, അതും ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട്, അപ്പോൾ നമ്മൾ 3 കിലോ അരി എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് തൊട്ടാം. അപ്പം ഇത്രയും വെള്ളം മതി. അപ്പം വെള്ളം ഒരുമാതിരി ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് തട്ടാം. റൈസ് ഒരുമാതിരി കുതിർന്നിട്ടുണ്ട്. അപ്പം എളുപ്പം വേവും. ഒരു 10-20 മിനിറ്റിനുള്ളിൽ റെഡിയാകും. ഇപ്പോൾ ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇട്ടിരുന്നതിന് ശേഷം നമുക്ക് ഇറക്കാം. ഇപ്പോൾ ഒരുമാതിരി റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഇത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയ പീസാക്കിയാണ് ചിക്കൻ എടുത്തേക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കാം. സവാള സെറ്റായി. ഇനി അടുത്ത് നമുക്കൊന്ന് തക്കാളി സെറ്റാക്കാം. തക്കാളി സെറ്റായിരിക്കുകയാണ്. നമുക്കിനി പച്ചമുളക് സെറ്റാക്കാം. പച്ചമുളകും ഒരുമാതിരി സെറ്റായിട്ടിരിക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഉരുളി വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് ശേഷം പൊടിച്ചെടുക്കാം. മിക്സിക്കകത്തിരുന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത ചിക്കനകത്ത് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ടും തിരുമാം. അതിന് മുമ്പ് ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ സംഭവം റെഡി. അപ്പം ഇവനെ നമുക്ക് സെറ്റാക്കി ഒരു 10-15-20 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. ഇതൊരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ ഇവിടെ. അപ്പോഴത്തേക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉരുളി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടുകിടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നേരത്തെ അരിഞ്ഞേക്കുന്നത് അതും കൂടെ തട്ടിയേക്കാം. പച്ചമുളക് ഒരു മൂപ്പായി വരുമ്പോഴത്തേക്ക് സവാളയും തട്ടാം. സവാള വഴറ്റി ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഉപ്പൂടിട്ട് അവനെ അലപ്പിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇപ്പം ഒരുമാതിരി വഴണ്ടി ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ആ സമയത്ത് കറിവേപ്പില ഇടാം. നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി, ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചപ്പൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ കുട്ടനെ അങ്ങ് തട്ടാം. ചിക്കൻ കുട്ടൻ ഒരുമാതിരി സെറ്റായിട്ടുണ്ട്. ചിക്കൻ കുട്ടനെ അങ്ങ് തട്ടി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുമാതിരി വഴണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ചിക്കനെ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഒരുമാതിരി വേവായി തുടങ്ങിയിട്ടുണ്ട്. ആ മസാലയുടെ കവർപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. മണം അടിക്കുന്നുണ്ട്, നല്ല മണമുണ്ട്. അപ്പോൾ നമുക്ക് മസാല ഇടുന്ന പരിപാടിയിലേക്ക് തുടങ്ങാം. ആദ്യം മല്ലിപ്പൊടി ഇട്ടൊന്ന് വഴറ്റാം. പൊളി സാധനം. ഇപ്പോൾ തന്നെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ സാധനമാണ്.
നേരത്തെ വെച്ചിരുന്ന മുളക് പൊടിയും കൂടെ തട്ടാം ഇതിലോട്ട്. ചിക്കൻ നല്ല നെയ്യുള്ള ചിക്കനാണെന്ന് തോന്നുന്നു, നല്ലോണം എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ചൊവ്വാന്നിരിക്കും. അപ്പോൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി അത് ഇതിലോട്ട് തട്ടാം. നമ്മൾ കുരുമുളക് ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല, കാരണം എന്താ, നല്ല എരിവ് കാണും. കാശ്മീരി മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തന്നെ ഒരുമാതിരി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. അപ്പോൾ നല്ലോണം ചിക്കൻ തിളയ്ക്കുന്നുണ്ട്. ആ എണ്ണയൊക്കെ നല്ലോണം മേളിൽ വന്നിട്ടുണ്ട്. ഒരുമാതിരി നമ്മളിച്ചിരി ഗ്രേവി ടൈപ്പിലാണ് എടുത്തേക്കുന്നത്, ഇച്ചിരി കുറുകിയാണ് എടുക്കുന്നത്. അപ്പോൾ റൈസിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. അപ്പം ചിക്കൻ അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, വയലാണ് വെള്ളവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിക്കൻ ഒരുമാതിരി സെറ്റായിരിക്കുകയാണ്. വേറൊരു പാത്രത്തേക്ക് മാറ്റി ആ ഗ്രേവിയുടെയൊക്കെ കണ്ടോ തിക്നെസ് കണ്ടോ, നല്ല കിടുക്ക് സാധനം. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഇത് പൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് അടുപ്പിൽ വെച്ച് തന്നെ നമുക്ക് റൈസിന് ഇടാൻ പറ്റിയ സാധനങ്ങളൊന്ന് റെഡിയാക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സവാള ഒന്ന് വറുത്തെടുക്കാം. ഇത് നമ്മൾ റൈസിനെ മണ്ടയ്ക്ക് കെട്ടാനുള്ള സവാളയാണ്. നമുക്ക് ഗാർണിഷ് ആക്കിയേക്കാം. ഇച്ചിരി അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ഇതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം നമുക്ക് റൈസ് ഒന്ന് സെറ്റാക്കാം. നേരത്തെ നമ്മൾ റൈസ് എടുത്ത് വേറൊരു പാത്രത്തേക്ക് തട്ടാം. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അല്ലേ ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് ഗാർണിഷ് ചെയ്യും. ഞങ്ങൾ ആ പൊളി സാധനം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി സാധനമാണ്. നമ്മൾ ഇപ്പം ആ ഫ്രൈഡ് റൈസിൻ്റെ മണ്ടയ്ക്കൂടെ ചിക്കൻ കറി ഒഴിച്ചപ്പോൾ തന്നെ കാണാൻ എന്ത് രസം. കഴിച്ചുകൂടെ നോക്കി കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, കിളി പോവും. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കനോട് അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. ഇനി ഇതുപോലെ വ്യത്യസ്തമായ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ.